ഇന്ത്യയിലെ ഓഹരി വിപണിയുടെ തകർച്ച മൂലം ശതകോടീശ്വരന്മാർക്കെല്ലാം വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മുകേഷ് അംബാനി, ഗൗതം അദാനി, ശിവ് നടാർ, അസീം പ്രേംജി, ഷാപൂർ മിസ്ത്രി എന്നിവർക്കാണ് പ്രധാനമായിട്ടും വൻ നഷ്ടമുണ്ടായത്. ഏകദേശം 34 ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് 7 പ്രമുഖ വ്യവസായികൾക്ക് ഓഹരി വിപണിയുടെ തകർച്ച മൂലം ഉണ്ടായിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബ്ലൂംബെർഗിന്റെ ബില്യണർ ഇൻഡെക്സ് അനുസരിച്ച് 300 ബില്യൺ ഡോളറാണ് ഈ വ്യവസായികളുടെ ആകെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത്. ഈ കൂട്ടത്തിൽ ഗൗതം അദാനിക്കാണ് ഏറ്റവും കൂടുതൽ നാശമുണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ ഈ വർഷം മാത്രമായി 10.1 ബില്യൺ ഡോളറാണ് അദാനിക്ക് നഷ്ടമായിരിക്കുന്നത്. ഇതിനെ തുടർന്ന് അദാനിയുടെ ആകെ ആസ്തി 68.8 ബില്യൺ ഡോളറായിട്ട് ഇടിയുകയും ചെയ്തു. മാത്രമല്ല, അദാനി എന്റർപ്രൈസിന് മാത്രമായി 12% ഇടിവാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. അദാനി ഗ്രീൻ എനർജി 22%, അദാനി ടോട്ടൽ ഗ്യാസ് 21.26%, അദാനി എനർജി സൊല്യൂഷൻസ്, അദാനി പോർട്സ് എന്നീ കമ്പനികൾ 6%, 2%ആണ് പ്രധാനമായിട്ടും ഇടിഞ്ഞത്. മുകേഷ് അംബാനിയുടെ ആസ്തിയിൽ 3.13 ബില്യൺ ഡോളറിന്റെ ഇടിവുണ്ടായിട്ടുണ്ട്. എന്നാൽ 87.5 ബില്യൺ ഡോളർ ആസ്തിയോടെ മുകേഷ് അംബാനി തന്നെയാണ് ഇന്ത്യയിലെ സമ്പന്നരിൽ ഒന്നാമത് നിൽക്കുന്നത്. അതേസമയം തന്നെ ഈ വർഷം റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഓഹരി വില 2.54% ഉയർന്നിരുന്നു. ജിയോ ഫിനാൻഷ്യൽ സർവീസ് 28.7%ആണ് ഇടിഞ്ഞിരുന്നത്. അതുപോലെ HCL ടെക്നോളജീസിന്റെ ശിവ് നടാറിന്റെ ആസ്തിയിൽ 7.13 ബില്യൺ ഡോളറിന്റെ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. 36 ബില്യൺ ഡോളറാണ് അദ്ദേഹത്തിന്റെ ആകെ ആസ്തി എന്നത്. വിപ്രോയുടെ അസീം പ്രേംജിയുടെ ആസ്തിയിൽ 2.70 ബില്യൺ ഡോളറിന്റെ കുറവുണ്ടായിട്ടുണ്ട്. 28.2 ബില്യൺ ഡോളറാണ് അദ്ദേഹത്തിന്റെ ആകെ ആസ്തിയായി കണക്കാക്കുന്നത്. പാലോൺജി ഗ്രൂപ്പിന്റെ സ്ഥാപകനായ ഷാപൂർ മിസ്ത്രിയുടെ ആസ്തിയിൽ 4.52 ബില്യൺ ഡോളറിന്റെ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. 34.1 ബില്യൺ ഡോളർ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ആസ്തി കൂടുതലും ഇടിഞ്ഞത്. സൺ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ദിലീപ് സാങ്വിയുടെ ആസ്തിയിൽ 4.21 ബില്യൺ ഡോളറിന്റെ ഇടിവും ഉണ്ടായിട്ടുണ്ട്. 25.3 ബില്യൺ ഡോളറാണ് ആസ്തി പ്രധാനമായിട്ടും ഇടിഞ്ഞത്.